BJP അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഇത്ര ഐക്യത്തോടു കൂടി നടന്നൊരു തെരഞ്ഞെടുപ്പുണ്ട്. ഏതാണെന്നറിയോ? 2021 തെരഞ്ഞെടുപ്പ്. ആ 2021 തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ശ്രീധരനെ പോലുള്ള മെട്രോമാൻ ഇവിടെ മത്സരിച്ചു. നരേന്ദ്രമോദിയും അമിത്ഷയും ഇവിടെ വന്നു. അവരെല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ട് പോലും ഇവിടെ കാവിക്കൊടി പാറാൻ സമ്മതിക്കാത്ത വളരെ മതേതരത്വമുള്ള ഒരു മണ്ണാണ് ഈ മണ്ണ്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇനി നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ CPM വോട്ട് UDF കിട്ടാറുണ്ട് എന്നുള്ളതാണ്. ഞാനത് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയാൻ തയ്യാറാവുന്നത്. എങ്ങനെയാണ് CPM വോട്ട് UDF കിട്ടിയെന്നത്? ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? 2011 എടുക്കാം. 2011 ഇടതുപക്ഷത്തിന് ഇവിടെ കിട്ടിയ സീറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 35% വോട്ടാണ്. 19.8% വോട്ടാണ് അന്ന് BJPക്ക് ഉണ്ടായിരുന്നത്. അന്ന് UDF 41 സംതിങ് ആണ്. എന്നാൽ 2021 വന്നപ്പോൾ 10 വർഷത്തിന് ശേഷം ഇവിടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35% ഉണ്ടായിരുന്ന CPM ഇടതുപക്ഷത്തിൻ്റെ വോട്ട് 25% ചുരുങ്ങിയിരിക്കുന്നു. എന്നാൽ UDF വോട്ട് കൂടിയിട്ടില്ല. 41 എന്നുള്ളത് 39 എത്തിയിരിക്കുകയാണ്. BJPയുടെ 19.8 എന്നുള്ളത് 35% പോയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇവിടെ കോൺഗ്രസിനും UDF വോട്ട് കിട്ടി എന്ന് ഇങ്ങനൊരു പ്രചരണം നടക്കുന്നുണ്ട്. അത് സത്യത്തിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ശരിയല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇനി ഇവിടെ അടുത്തൊരു ഡീൽ നടക്കുകയാണ്. ആ ഡീലിൽ ഈ ഇടതുപക്ഷവും BJPയും ഒരുമിച്ച് നിന്നുകൊണ്ട് UDF തോൽപ്പിക്കുക, അതിനുവേണ്ടി പലതും കൊണ്ടുവന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വർഗീയതയും മതേതരത്വവും തമ്മിലൊരു പോരാട്ടമാണ്. മതനിരപേക്ഷ ഒരു പാലക്കാടിൻ്റെ മണ്ണ്, അവിടെ വർഗീയത വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. അതിനിടയിൽ ഇവിടെ ചില ചർച്ചകൾ, ഇവിടെ ഞാൻ പറയുന്നു, ഇവിടുത്തെ എല്ലാ ചർച്ചയുണ്ട്, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ജനദ്രോഹ നയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പെട്ടി വിവാദം, നേരത്തെ പറഞ്ഞു നിങ്ങൾ, പെട്ടി വിവാദം കൊണ്ടുവന്നു. ആ പെട്ടി എന്താ ഉണ്ടായത്? ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇല്ലാത്ത കഥ ഉണ്ടാക്കി CA വിളിച്ച് ഇലക്ഷൻ കമ്മീഷനെ പോലും കൂടെ കൂട്ടാതെ ഇവിടെ വന്നൊരു പെട്ടിക്കഥയുമായി വന്ന് ആ പെട്ടി ഞങ്ങളെല്ലാം ഗോദ്രേജിൻ്റെ പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. രണ്ടാമത് വീണ്ടും വിഷയം മാറ്റി കൊണ്ടുവന്നു. എന്താണ്? സ്പിരിറ്റ് കുപ്പി പിടിച്ചു എന്ന് പറഞ്ഞ ഈ മന്ത്രി MP രാജേഷ് എന്ന് പറയുന്ന മന്ത്രി വേറൊരു വിവാദം വന്നു. അതാണ് സ്പിരിറ്റ് കുപ്പി. ആ സ്പിരിറ്റ് കുപ്പിയും പൊട്ടിപ്പോയി. അത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് അതെല്ലാം കൊണ്ടുവന്നത് എന്നുള്ളതും ഇവിടെ കണ്ടു. അപ്പോൾ മനഃപൂർവ്വമായി ഇവിടുത്തെ പല വിഷയങ്ങളും, പല ജനകീയ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് ഞാൻ NN കൃഷ്ണദാസിന്റെ വാക്കുകൾ കടമെടുക്കുകയാണ്. NN കൃഷ്ണദാസ് എന്താ പറഞ്ഞത്? അത്തരം പെട്ടികളൊക്കെ ജനങ്ങൾക്കറിയാം. LDF തുടക്കം മുതലുള്ള പ്രചാരണം നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലുള്ള കോൺഗ്രസിൽ തന്നെയുള്ള എതിർപ്പ് അവർ സമർത്ഥമായി ഉപയോഗിച്ച് നിങ്ങളിൽ നിന്നൊരാളെ അടർത്തിയെടുത്ത് അവർ സ്ഥാനാർത്ഥിയാക്കി. അവിടെ അവരുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. പിന്നെ അവരത് പറയില്ലേ? ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് തുടർച്ചയായി ഉന്നയിക്കപ്പെടുന്നത് LDF നിന്ന്. CPM ഒരു അവസ്ഥ നോക്കുകയാണ്. പാലക്കാട് പോലുള്ള ഒരു മണ്ണാണ്. പാലക്കാട് മണ്ണെന്ന് പറയുന്നത് ഇവിടെ EMS മത്സരിച്ച് ജയിച്ചും മുഖ്യമന്ത്രിയായ മണ്ണാണ്. ഇവിടെ VS അച്യുതാനന്ദനും ഈ പാലക്കാട് ജില്ലയിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. EK നായനാർ ഇവിടെ നിന്ന് മത്സരിച്ച വ്യക്തിയാണ്. AK ബാലൻ, കണ്ണൂരിൽ നിന്നുള്ള AK ബാലൻ പോലും ഇവിടെ മത്സരിച്ച് മന്ത്രിയായ വ്യക്തിയാണ്. ശിവദാസ മേനോൻ പോലുള്ള പരിണിതപ്രജ്ഞനായ നേതാവ് ഇവിടെ മത്സരിച്ച് ധനമന്ത്രിയായ ഒരു പാലക്കാടാണ്. ആ പാലക്കാടിൻ്റെ മണ്ണിൽ പോലും ഒരു നല്ല സഖാവിനെ പോലും കണ്ടെത്താൻ കഴിയാതെ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം തലേ ദിവസം BJPയുടെ ആഫീസിൻ്റെ മുന്നിൽ പോയി ഡോറ് കൊട്ടിയിട്ട് സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചൊരു വ്യക്തിയെയാണ് കൊണ്ടുപോയത്. ഇതൊക്കെ ഇവിടെ എത്രയോ ചർച്ച ചെയ്തതാണ്.